ദൈവത്തിന്റെ സ്തുതി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് നിങ്ങളോടൊപ്പം അല്പസമയം ചിലവഴിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം ക്രിസ്തീയ കുടുംബം എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ കുടുംബം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ വീട് ഒരു വിദ്യാലയവും അതോടൊപ്പം ഒരു ദേവാലയവും ആയിരിക്കണം. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന്റെ ആദ്യപടി ആരംഭിക്കുന്നത് തന്നെ സ്വന്തം വീട്ടിൽ നിന്നായിരിക്കണം. ഒരു കുടുംബത്തിലെ അംഗങ്ങളായ അപ്പൻ, അമ്മ, മക്കൾ എന്നിവർ സ്നേഹിച്ചും ബഹുമാനിച്ചും ഒരുമയോടെ ജീവിക്കണം. നസ്രയത്തിലെ നമ്മുടെ യേശുക്രിസ്തുവിന്റെ കുടുംബത്തെ നാം മാതൃകയായി കാണണം. ദർശനത്തിലൂടെ മാലാഖയുടെ കൽപ്പന അനുസരിച്ച് ഒരു ശങ്കയും കൂടാതെ ദൈവഹിതം അനുസരിച്ച് യോസേപ്പ് പിതാവും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ മാതാവും ലോകത്തിന് വേണ്ടി മുഴുവനായി സമർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവിന്റെ സമ്പൂർണ്ണ സമർപ്പണവും നാം മനസ്സിലാക്കണം. ഒരു കുടുംബത്തിന്റെ നാഥനും സ്വന്തം ജീവിതം കൊണ്ട് ആ കുടുംബത്തെ വിശുദ്ധീകരിക്കുമ്പോഴാണ് അത് യഥാർത്ഥ ക്രിസ്തീയ കുടുംബമായി വളരുന്നത്. കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് പരസ്പര വിശ്വാസമാണ്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. അപ്പോൾ ജീവിത പങ്കാളിയുടെയും മാതാപിതാക്കളുടെയും കുട്ടികളുടെയും കരം പിടിക്കുവാനും അവരോടൊപ്പം ആയിരിക്കുവാനും ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവയ്ക്കുന്ന രീതി ഉണ്ടെങ്കിൽ തന്നെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം നമുക്ക് കെട്ടിപ്പടുക്കുവാൻ കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:20 പറയുന്നത് പോലെ ക്രിസ്തു ആകുന്ന മൂലക്കല്ലിൽ പണിത കുടുംബം എന്നും രക്ഷ പ്രാപിക്കും. 3 കാര്യങ്ങൾ കുടുംബത്തിൽ അനുവർത്തിക്കണം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കാതെ ദയവായി ചെയ്തു തരുമോ എന്ന് പറയുവാനും, കിട്ടിക്കഴിയുമ്പോൾ നന്ദി പറയുവാനും, തെറ്റു ചെയ്താൽ ക്ഷമ ചോദിക്കുവാനുമുള്ള മനസ്സുണ്ടെങ്കിൽ തന്നെ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ കഴിയും. എല്ലാത്തിനും ഉപരി കർത്താവായ യേശുക്രിസ്തു എന്ന രക്ഷകനെ സ്വീകരിച്ച് ആ പാത പിന്തുടരുവാനും ആ കുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ജയ്